ഹൗ ടു ടേൺ യുവർ പാഷൻ ഇൻ ടു പ്രൊഫഷൻ. എങ്ങനെ നമ്മളുടെ പാഷനിലൂടെ നല്ലൊരു വരുമാനം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ആക്ച്വലി ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു കാര്യമാണ് അല്ലേ. നമ്മുടെ പാഷൻ തന്നെ പ്രൊഫഷനാക്കി മാറ്റി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഹാപ്പി ആയിട്ട് ജോലി ചെയ്യാൻ പറ്റും, റൈറ്റ്? സോ നമ്മളുടെ പർപ്പസ് തന്നെ അതാണ്. എല്ലാവർക്കും ഓരോ പാഷൻ ഉണ്ടായിരിക്കും, ഒന്നോ അല്ലെങ്കിൽ അതിൽ കൂടുതലോ പാഷൻ ഉണ്ടായിരിക്കും. നമ്മൾ എന്ത് ചെയ്യുക, അത് കണ്ടെത്തുക, ദെൻ അത് ഫോളോ ചെയ്യുക. പവർഫുൾ ആയിട്ടുള്ള ബിസിനസ്സുകളൊക്കെ ഈ ഒരു ട്രൂ പാഷൻ്റെ പുറത്ത് ബിൽഡ് ചെയ്തെടുത്തിട്ടുള്ളത് തന്നെയാണ്. ഓക്കെ, ബട്ട് കുറേ ആളുകൾക്ക് എങ്ങനെയാണ് ഈ പാഷനെ പ്രോഫിറ്റാക്കി മാറ്റുക എന്നറിയില്ല. ബട്ട് ഡോണ്ട് വറി ഫ്രണ്ട്സ്, ഹിയർ ഈസ് യുവർ ബ്രദർ ടു ഹെൽപ്പ് യു ഔട്ട് ഓഫ് ദിസ്. ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എങ്ങനെ നമ്മളുടെ പാഷൻ പ്രൊഫഷൻ ആക്കാം, അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 5 സ്റ്റെപ്സ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് ഡു ഇറ്റ്. നമ്പർ 1, ഡ്രീം ബിഗ് ബട്ട് സ്റ്റാർട്ട് സ്മോൾ. പാഷനെ പ്രോഫിറ്റാക്കി മാറ്റുക എന്ന് പറയുന്നത് ഒരു നല്ല കാര്യം തന്നെയാണ്. അതേസമയം അത് കുറച്ച് റിസ്ക് ഉള്ള പരിപാടി കൂടിയാണ്. ബട്ട് നമ്മൾ ചെറിയ സ്റ്റെപ്സ് എടുത്ത് മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ, സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിസ്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. അല്ലാതെ ആദ്യമേ തന്നെ വലിയ കാര്യത്തിൽ ചെന്ന് തല വെച്ച് കൊടുക്കാൻ നിൽക്കരുത്. കാരണം നമ്മളൊരു കമ്പനി ലോഞ്ച് ചെയ്യുമ്പോൾ വരെ നമ്മളൊരു ലേണിംഗ് സ്റ്റേജിലാണ്. കുറേ കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്, അറിയാനായിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പഠിച്ചിട്ട് വേണം നമ്മൾ മുമ്പോട്ട് പോകാനായിട്ട്. അങ്ങനെ മുമ്പോട്ട് പോകുന്ന സമയത്ത് സക്സസ് കാണുമ്പോൾ അവിടെ നമ്മൾ കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്യുക, കൂടുതൽ പ്രൊഡക്ട്സ് ആഡ് ചെയ്യുക, കൂടുതൽ സർവീസ് ആഡ് ചെയ്യുക. അങ്ങനെ വേണം നമ്മളുടെ ബിസിനസ് സ്കെയിൽ ചെയ്തെടുക്കാനായിട്ട്. ഓക്കെ, സോ ഓൾവേസ് സ്റ്റാർട്ട് സ്മോൾ. നമ്പർ 2, കീപ് യുവർ ഡേ ജോബ്. അതായത് നിങ്ങൾക്കിപ്പോൾ കറൻ്റ്ലി ഒരു ജോലി ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഒരു ദിവസം ഒരു മോട്ടിവേഷണൽ വീഡിയോയോ സ്പീച്ചോ ഒക്കെ കണ്ടതിന് ശേഷം മോട്ടിവേറ്റഡ് ആയിട്ട് പാഷനെ ഫോളോ ചെയ്യണം എന്നും പറഞ്ഞ് നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലി അങ്ങ് ഒഴിവാക്കരുത്. അതിന് പകരം നിങ്ങളിപ്പോൾ ഒരു ജോലി ചെയ്യുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഒരു സൈഡ് ഹസിലായിട്ട് വേണം നിങ്ങളുടെ പാഷനെ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അല്ലാതെ പെട്ടെന്ന് ഒരു ദിവസം നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള ജോലി ഒഴിവാക്കിയിട്ട് പാഷനെ ഫോളോ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ അവസാനം ഉത്തരത്തിലുള്ളത് കിട്ടിയതുമില്ല, കക്ഷത്തിലുള്ളത് പോവുകയും ചെയ്തു എന്നുള്ള അവസ്ഥയായിരിക്കും. ഓൺട്രപ്രണർഷിപ്പ് എന്ന് പറയുന്നത് കുറച്ച് റിസ്ക്കുള്ള പരിപാടി തന്നെയാണ്. യെസ്, ഐ നോ ദാറ്റ്. പക്ഷേ റിസ്ക് എടുക്കുമ്പോൾ കുറച്ച് സ്മാർട്ടായിട്ട് വേണം റിസ്ക് എടുക്കാനായിട്ട്. എപ്പോഴും സക്സസ്സിനായിരിക്കണം കൂടുതൽ ചാൻസ്. നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടുന്ന സാലറിയുടെ അറ്റ്ലീസ്റ്റ് ഒരു 75% നിങ്ങളുടെ സൈഡ് ഹസിലൂടെ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ ഓഫ് കോഴ്സ് നിങ്ങളുടെ ഇപ്പോൾ കറൻ്റ്ലി ഉള്ള ജോലി ഒഴിവാക്കിയിട്ട് ഫുൾ ടൈം നിങ്ങളുടെ പാഷനെ ബേസ് ചെയ്തിട്ടുള്ള ബിസിനസ് ചെയ്യാവുന്നതാണ്. ഓക്കെ, സോ കീപ് യുവർ ഡേ ജോബ്. നമ്പർ 3, ബ്രേക്ക് ഡൗൺ ബിഗ് ഗോൾസ് ഇൻ ടു സ്മോൾ ചങ്ക്സ്. പാഷനെ പ്രോഫിറ്റാക്കി മാറ്റുമ്പോൾ നിങ്ങളുടെ ഗോൾസിനെ എപ്പോഴും ചെറുതാക്കി വയ്ക്കണം. നിങ്ങൾക്ക് അച്ചീവ് ചെയ്യാൻ കഴിയുന്ന രീതിയിലായിരിക്കണം ഗോൾസ് സെറ്റ് ചെയ്യേണ്ടത്. അതായത് നിങ്ങളുടെ ഉള്ളിൽ ഇപ്പോൾ ഒരു വലിയ ലക്ഷ്യം ഉണ്ടാവുമല്ലോ, ആ ലക്ഷ്യങ്ങളെ ചെറിയ ടാസ്കുകളാക്കി ഡിവൈഡ് ചെയ്യാം. നിങ്ങൾക്ക് പെട്ടെന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന ഗോൾസിനെ പറ്റി ചിന്തിക്കുക. അങ്ങനെ പ്ലാൻ ചെയ്യുന്ന സമയത്ത് അതിനെ ഷെഡ്യൂൾ ചെയ്യുക കൂടി വേണം. ഫോർ എക്സാമ്പിൾ, എല്ലാ ദിവസവും രാവിലെ 7:30 മണിക്ക് ഞാൻ എൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യും എന്നതിന് നിങ്ങൾ കമ്മിറ്റ് ആവുക. അങ്ങനെ അതൊരു പതുക്കെ ഒരു ഹാബിറ്റാക്കി മാറ്റുക. അങ്ങനെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ വർക്കിലുള്ള ഫോക്കസ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, കൂടുതൽ വർക്ക് എൻജോയ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ ടാസ്കുകളൊക്കെ കൂടുതൽ ഈസി ആക്കാനായിട്ട് സാധിക്കും. ഓക്കെ. നമ്പർ 4, ഫോക്കസ് ഓൺ യുവർ സ്ട്രെങ്ത്സ് ആൻഡ് ഔട്ട്സോഴ്സ് ദ റെസ്റ്റ്. അതായത് എല്ലാവർക്കും എല്ലാ കഴിവൊന്നും ഉണ്ടായിരിക്കില്ല, പക്ഷേ ചില ഫീൽഡിൽ നമുക്ക് നല്ല ടാലൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ആദ്യം നമ്മളുടെ സ്ട്രെങ്ത് എന്താണോ അത് ഐഡൻറ്റിഫൈ ചെയ്യുക ആൻഡ് ദെൻ അതിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുക. ബാക്കിയുള്ള വർക്കിന് നമുക്ക് മറ്റുള്ള ആളുകളെ ഔട്ട്സോഴ്സ് ചെയ്യാവുന്നതാണ്. അതായത് പുറത്ത് നിന്ന് ആളെ വെക്കുക. ഇപ്പോൾ നിങ്ങൾ ഡിസൈനിങ്ങിലൊക്കെ നല്ല അടിപൊളിയാണെന്ന് വിചാരിച്ചോ, അതിനെപ്പറ്റി കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാം, പക്ഷേ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾ കുറച്ച് മോശമാണെന്ന് വിചാരിച്ചോ. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ കമ്പനിയിൽ വരുന്ന ഡിസൈനിങ് വർക്കൊക്കെ നിങ്ങൾക്ക് സ്വയം ചെയ്യാം. ബാക്കിയുള്ള ഈ അക്കൗണ്ടിങ്ങിന് മറ്റുള്ള ഒരാളെയോ അല്ലെങ്കിൽ ഒരു ടീമിനെയോ ഒക്കെ നിങ്ങൾക്ക് സെറ്റ് ആക്കാവുന്നതാണ്. ഇതാണ് ഏതൊരു ബിസിനസ്സിൻ്റെയും ബേസിക് സ്ട്രാറ്റജി എന്ന് പറയുന്നത്. ഈ ഒരു സ്ട്രാറ്റജി നിങ്ങൾ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഹാപ്പി ആയിട്ട് ബിസിനസ് ചെയ്യാൻ പറ്റും, നിങ്ങളുടെ സ്ട്രെസ് കുറയ്ക്കാം, അതുപോലെ കൂടുതൽ കോൺഫിഡൻ്റ് ആയിട്ട് എനർജറ്റിക് ആയിട്ട് വർക്കുകളൊക്കെ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ നമ്മളുടെ സ്കിൽസ് കോൺസ്റ്റൻ്റ്ലി ഇംപ്രൂവ് ചെയ്യുകയാണല്ലോ, അതുകൊണ്ട് തന്നെ നമ്മളുടെ ഗ്രോത്തും കൂടുതൽ ഫാസ്റ്റ് ആകും. ഇന്നത്തെ കാലത്ത് ആളുകൾ ഔട്ട്സോഴ്സ് എന്ന് പറയുന്നത് വളരെ ഈസി ആയിട്ടുള്ളൊരു കാര്യമാണ്. നമുക്ക് സോഷ്യൽ മീഡിയ വഴി ആഡ്സ് ഒക്കെ റൺ ചെയ്തുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള ആളുകളെ ആവശ്യമുള്ള സമയത്ത് ഔട്ട്സോഴ്സ് ചെയ്യാവുന്നതാണ്. ഓക്കെ. And the last tip number 5, use time travel to plan for tomorrow. നിങ്ങളിപ്പോൾ ഒരു കമ്പനിയൊക്കെ ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു 2 വർഷത്തിന് ശേഷം എൻ്റെ ആ ഒരു കമ്പനി എങ്ങനെയായിരിക്കണം, ഏത് പൊസിഷനിൽ എത്തിച്ചേരണം, അതിനെപ്പറ്റി നിങ്ങൾ ചിന്തിക്കണം. ആ ഒരു പൊസിഷനിൽ എത്തിച്ചേരണമെങ്കിൽ ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം, എന്തൊക്കെ സ്റ്റെപ്സ് എടുക്കണം, ആ കാര്യങ്ങളെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്യണം. ഞാൻ സർവീസിൽ എന്തൊക്കെ മാറ്റങ്ങൾ കൊണ്ടുവരണം, മാർക്കറ്റിംഗ് എങ്ങനെ ചെയ്യണം, ഇതെല്ലാം നിങ്ങൾ പ്ലാൻ ചെയ്ത് വെക്കണം. യു നീഡ് ടു ഹാവ് എ ക്ലിയർ വിഷൻ. സോ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ അത് നല്ല രീതിയിൽ എഫോർട്ട് ഇടണം, നല്ല രീതിയിൽ പേഷ്യൻസ് വേണം. ഒരൊറ്റ രാത്രി കൊണ്ട് സക്സസ്ഫുൾ ആകാമെന്ന്
ആരും പ്രതീക്ഷിക്കരുത്. നിങ്ങൾ എത്രത്തോളം പാഷനേറ്റ് ആണോ അത്രത്തോളം കാര്യങ്ങൾ ഈസി ആയിരിക്കും. സോ ദാറ്റ്സ് ഇറ്റ് ഫ്രണ്ട്സ്. അപ്പോൾ ഈ 5 സ്റ്റെപ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാഷനെ പ്രൊഫഷനാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, സോ ദാറ്റ്സ് ഫോർ ടുഡേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്ന് ഇതുപോലുള്ള മോട്ടിവേഷണൽ സെൽഫ് ഡെവലപ്മെന്റ് ആൻഡ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് വീഡിയോസിനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് ക്ലിക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൺ സ്പോട്ടിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും. ഓക്കെ, സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.